പാലത്തായി പീഡനക്കേസ് കോടതി വിധിയിൽ മുൻ മന്ത്രി കെ ശൈലജയ്ക്ക് വിമർശനം. ഇരയെ കൌൺസിലിംഗ് ചെയ്തവർക്കെതിരായ പരാതിയിൽ മന്ത്രി എന്ന നിലയിൽ നടപടിയെടുത്തില്ല എന്നാണ് വിധിന്യായം. കൌൺസിലർമാർ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് ചൂണ്ടിക്കാട്ടി അതിജീവിതയുടെ മാതാവ് നൽകിയ പരാതിയിൽ കെ ശൈലജ നടപടിയെടുത്തില്ല. അതിജീവിതയോട് അപമര്യാദയായി പെരുമാറിയ കൌൺസിലർമാരെ പിരിച്ചുവിടണമെന്നും വിധിന്യായത്തിൽ പറയുന്നു. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, ഏറെ പ്രമാദമായൊരു കേസിൽ 2 ദിവസം മുമ്പാണ് വിധി വന്നത്. ഇപ്പോൾ അതിന്റെ വിധിന്യായം വ്യക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കെ ശൈലജയ്ക്കെതിരെ പരാമർശമുണ്ട്. ഇത് അവിടെ എന്താണെന്ന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കെ ശൈലജയ്ക്ക് ഇങ്ങനെ ഒരു വിമർശനം? ഇത് 2020 മാർച്ച് 17-നാണ് ഈ പരാതി സംബന്ധിച്ചിട്ട് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ആദ്യം ലോക്കൽ പോലീസ്, പാനൂർ പോലീസ് അന്വേഷിച്ചു. അതിനകത്ത് ഈ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഈ പറയുന്ന പാനൂർ പോലീസും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചും അത്തരത്തിലുള്ളൊരു കണ്ടുപിടുത്തമാണ് നടത്തിയത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ കെ ശൈലജയ്ക്കെതിരെയുള്ള പരാതി ഉയരാൻ അല്ലെങ്കിൽ കോടതിയുടെ വിധിന്യായത്തിലുള്ള ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ച കൌൺസിലർമാർ കുട്ടിയുടെ അടുത്ത് വളരെ നീചമായി പെരുമാറി എന്നൊരു ആക്ഷേപം അന്ന് തന്നെ കുടുംബം ഉന്നയിച്ചിരുന്നു. കുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് വിവരം ശേഖരിക്കാൻ എന്ന പേരിൽ 3 സാമൂഹ്യക്ഷേമ വകുപ്പിലെ 3 കൌൺസിലർമാരാണ് എത്തിയിരുന്നത്. വീട്ടിലെത്തി 2 മാസത്തോളം ഈ കേസ് സംബന്ധിച്ച് കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു പരിശ്രമം. ഈ പരിശ്രമത്തിനിടയിൽ കുട്ടിയോട് വളരെ മോശമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക, ഈ പീഡന വിവരം സംബന്ധിച്ചിട്ടുള്ള ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിവരശേഖരണമാണ് ഈ കൌൺസിലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് കുടുംബം അന്നേ ആക്ഷേപം ഉന്നയിച്ചിരുന്നത്. ഈ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ മാതാവ് 2021 ഒക്ടോബർ മാസം മന്ത്രിക്ക് പരാതി നൽകുന്നത്. അതായത് അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ശൈലജയ്ക്ക് പരാതി നൽകുന്നത്. അതായത് ഈ കൌൺസിലറുടെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഈ കൌൺസിലർമാർ കുട്ടിയുടെ അടുത്ത് പെരുമാറിയതെന്നായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനം. പക്ഷെ അതിനകത്ത് ഇതുവരെയായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ മോശമായി പെരുമാറിയ കൌൺസിലർമാരെ അന്നേ നടപടിയെടുക്കേണ്ടതായിരുന്നു. ഇനിയും നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ അവരെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോക്സോ കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അന്ന് മന്ത്രിയായിട്ടുള്ള കെ ശൈലജ പരാതി ലഭിച്ചിട്ടും ആ പരാതി അവഗണിച്ചു എന്നുള്ളതാണ് ഈ വിധിന്യായത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായിട്ടുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ ശൈലജ ഈ കേസിനകത്ത് കുട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു പരാതി കുട്ടിയുടെ മാതാവ് നൽകിയിട്ട് ആ പരാതിയെ അവഗണിക്കുന്ന സമീപനമാണ് ടീച്ചറുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വിധിന്യായത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അമൃത. ബിജീഷ്, നമുക്കറിയാം ഈ കേസിനെ പറ്റി നോക്കുകയാണെങ്കിൽ തുടക്കം തൊട്ട് തന്നെ ഇത് തേച്ചു മായ്ച്ച് കളയാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നു. കെ ശൈലജ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അന്ന് തന്നെ മാതാവ് പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ നടപടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള കൃത്യമായ കാര്യമാണ് വിധിന്യായത്തിൽ പറയുന്നത്. മറുപടി പറയേണ്ടി വരില്ലേ കെ ശൈലജ? തീർച്ചയായും മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം ഇത് പോക്സോ കോടതിയുടെ വിധിന്യായത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം മന്ത്രിക്ക് ഈ കൌൺസിലർമാരുടെ ഇടപെടലുകൾ വളരെ മോശമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ നൽകിയ പരാതി അതിന് ഒരു വില പോലും കൽപ്പിക്കാതെ മാറ്റിവെച്ചു എന്നുള്ളതാണ് വിധിന്യായത്തിൽ പറയുന്നത്. കാരണം അത്ര പ്രമാദമായൊരു കേസാണ്. ആ കേസിനകത്ത് ഈ കുട്ടിയിൽ നിന്ന് മൊഴി ശേഖരിക്കാൻ എന്നുള്ള രൂപത്തിൽ ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള കൌൺസിലർമാർ ആ കുട്ടിയിൽ നിന്ന് വിവരം തേടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ കുട്ടിയെ തളർത്തുന്ന തരത്തിലുള്ളൊരു സമീപനമാണ് കൌൺസിലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ഇത് ഈ വിധിന്യായത്തിലെ പ്രധാന പരാമർശമായി വന്നിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ പറയുന്ന 3 കൌൺസിലർമാരിൽ 2 പേരെ പ്രതിഭാഗം കോടതിയിൽ സാക്ഷി വിസ്താരത്തിനിടെ വിസ്തരിക്കുകയും ചെയ്തു. 3 പേരെയാണ് പ്രതിഭാഗം സാക്ഷി വിസ്താരത്തിൽ വിസ്തരിച്ചത്. അതിൽ 2 പേർ ഈ കൌൺസിലർമാരാണ്. ഇവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ളൊരു എന്തെങ്കിലും കാര്യങ്ങൾ പ്രതിക്ക് അനുകൂലമായി കിട്ടുമോ എന്നുള്ളത് പ്രതീക്ഷിച്ചാണ് പ്രതിഭാഗം വക്കീല് അന്ന് ഈ 2 കൌൺസിലർമാരെ വിസ്തരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെ പറയുന്നത്. അത്തരത്തിലുള്ള 2 കൌൺസിലർമാർക്കെതിരെ, ആ 2 കൌൺസിലർമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കുട്ടിയുടെ മാതാവ് അന്ന് മന്ത്രിക്ക് പരാതി നൽകിയത്. പക്ഷെ മന്ത്രി ആ പരാതി ഒരു തരത്തിലും പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അവരിപ്പോഴും സാമൂഹ്യക്ഷേമ വകുപ്പിലെ കൌൺസിലർമാരായി തുടരുന്നു. ഈ തരത്തിൽ ഒരു പോക്സോ കേസിനകത്ത് അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ അതിന് ബലം പകരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ട
കൗൺസിലർമാർ ഇതിനകത്ത് ഇടപെട്ടത് ആ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് അതെ, അത് തന്നെയാണ് ബിജീഷ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ രണ്ടാം ഘട്ട അന്വേഷണം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അവർ അന്വേഷിക്കുന്ന സമയത്താണ് ഈ കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ ഈ വിധിന്യായത്തിലുണ്ടോ? ഒപ്പം തന്നെ ഈ കൌൺസിലിംഗ് ചെയ്തു എന്ന് പറയുന്ന കൌൺസിലർമാർ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ മറ്റോ നിർദ്ദേശിക്കുന്നുണ്ടോ കോടതി? ആദ്യം പാനൂർ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ കുട്ടിയുടെ മാതാവ് ആഭ്യന്തര വകുപ്പിന് നൽകിയ ഒരു പരാതിയെ തുടർന്നാണ്. ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയപ്പോൾ DGP നേരിട്ട് ഇടപെട്ട് ക്രൈംബ്രാഞ്ച് IG ആയിട്ടുള്ള S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഈ അന്വേഷണ ചുമതല നൽകി. ആ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ ഒരു വനിതാ IPS ഓഫീസർ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ കൌൺസിലർമാർ വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ കുട്ടിയുടെ അടുത്ത് പല കാര്യങ്ങളും, അതായത് ഇതിന്റെ കേസിന്റെ ആസ്പദമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ എന്നുള്ള തരത്തിൽ കുട്ടിയെ മാനസികമായി തളർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ഘട്ടത്തിൽ പോലും ഈ വനിതാ IPS ഓഫീസർ ഉൾപ്പെടെ ഈ വിഷയത്തിന്റെ അകത്ത് മൗനം പാലിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വനിതാ പോലീസ് ഓഫീസറുടെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ കൌൺസിലർമാരുടെ ഇത്തരത്തിലുള്ള നീചമായ കൃത്യങ്ങൾക്ക് മൗനാനുവാദം നൽകുന്ന തരത്തിൽ പെരുമാറി എന്നുള്ളത് ഈ കുറ്റപത്രത്തിനകത്ത് വിധിന്യായത്തിനകത്ത് കോടതി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള നീക്കങ്ങൾ പലതരത്തിൽ നടന്ന ഈ കേസിനകത്ത് കൌൺസിലർമാരുടെ ഇടപെടലുകൾ കേസിനെ ഒരു തരത്തിലും ഗുണം പകരുന്നതായിരുന്നില്ല. പകരം കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക്, പ്രതിഭാഗത്തിന്റെ നീക്കങ്ങൾക്ക് ബലം പകരുന്ന തരത്തിലാണ് കൌൺസിലർമാർ ഉൾപ്പെടെ ശ്രമിച്ചത് എന്ന വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൌൺസിലർമാർ ഈ സ്ഥാനത്ത് തുടരുന്നതിന് ഒരു തരത്തിലും യോഗ്യരല്ല. അവരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിൽ കടുത്ത നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് വിധിന്യായത്തിൽ പോക്സോ കോടതി ജഡ്ജിയായിട്ടുള്ള ജലജ